കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 5.0. IGNO Previous Year Question Papers Ultimate Analysis. മുൻവർഷത്തെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിസിൽ അത് അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ് ഇഗ്നോ ഫോക്കസ് 5.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BGC 105 BA ഇംഗ്ലീഷിൻ്റെ BGC 105 എന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ. സോ BGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ ഡിസംബർ TEE 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ് ഈ ഇഗ്നോ ഫോക്കസ് 5.0. അമേരിക്കൻ ലിറ്ററേച്ചർ BGC 105ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടും ഇഫക്റ്റീവായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു സീരീസാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ വേണം ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ, അതുപോലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റിക്കറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആദ്യമേ നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാം. ഫസ്റ്റ് ഇസ് സിലബസ് മാപ്പിംഗ്. സോ സിലബസ് മാപ്പിംഗ് ആണ് ആദ്യമേ. ബ്ലോക്ക് വൈസ് നമ്മൾ ഓരോ സിലബസിനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ നമുക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ്, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എത്ര മാർക്കിനാണ്, എത്ര നമ്മൾ വേർഡ്സ് എഴുതണം, ആൻസർ എഴുതണം എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് എക്സാം പാറ്റേൺ അനാലിസിസ്. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമുക്കറിയാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ഇഗ്നോ എക്സാംസിൽ പ്രത്യേകിച്ച്. സോ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ആൻഡ് ദെൻ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, വരാൻ സാധ്യതയുണ്ട് നമ്മൾ പറയുന്നതിൻ്റെ ബേസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബേസ് എന്താണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ തറോ അനാലിസിസ് തന്നെയാണ്. അപ്പം നമ്മൾ ടോപ്പിക് പ്രൊബബിലിറ്റി ഡിസ്കസ് ചെയ്യും, അതുപോലെ പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഏറ്റവും അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. അതുപോലെ ഇതിൻ്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ഈ പ്രസൻറ്റേഷനിൽ ഉണ്ടാവില്ല, പക്ഷെ ലേൺവൈസിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഈ ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മുടെ ആപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും നന്നായി റിവൈസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്സ് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 10 കൂടുതൽ തവണയോ ആവർത്തിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറയുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ലോ റെലവൻസ് മീൻസ് ബിലോ 5 ടൈംസ്. സോ ദർ ഈസ് എ കോംപ്രിഹെൻസീവ് ടേബിൾ ഗിവൻ ഹിയർ. ഇവിടെ നമുക്കൊരു കോംപ്രിഹെൻസീവ് ടേബിൾ നമുക്ക് കാണാം. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ് ആൻഡ് റെലവൻസ്. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റുകളും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓരോ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എത്ര തവണ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൻ്റെ ബേസിൽ ഹൈ റെലവൻസ് ആണോ, മീഡിയം റെലവൻസ് ആണോ, ലോ റെലവൻസ് ആണോ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1, യൂണിറ്റ് 1, American Dream around Arthur Miller.
23 times ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ഹൈ റെലവൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആർതർ മില്ലർ ലൈഫ് ആൻഡ് വർക്ക്സ് 7 times ആണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ മീഡിയം റെലവൻസ്. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മില്ലേഴ്സ് മേജർ പ്ലേസ്. അപ്പിയറൻസ് 7 times. Relevance medium. Next block 1 unit 2 All My Sins a Tragedy. Appearance 9 and relevance medium. Next block 1 unit 2 Arthur Miller on drama as tragedy. 14 times ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. സോ ഹൈ റെലവൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 Structure and Plot of All My Sins. 7 appearances and medium relevance. Next block 1 unit 3 Actions and their Consequences as theme. 18 appearances, high relevance. Next is block 1 unit 3 Father-son relationship as theme. 16 appearances, high relevance. Next block 1 unit 3 Idealism as theme. 14 appearances, high relevance. Next block 1 unit 3 Mother-son relationship as theme. 14 appearances, high relevance. Block 1 unit 3 Problems of Chris marriage as theme. 14 appearances, high relevance. Block 1 unit 4 Anne Deaver 7 appearance, medium relevance. Next block 1 unit 4 Chris Keller 8 appearance, medium relevance. Next block 1 unit 4 Frank LeBay 7 appearance, medium relevance. Next block 1 unit 4 George Deaver 7 appearance, medium relevance. Next block 1 unit 4 Jim Bells 7 appearance, medium relevance. Next block 1 unit 4 Joe Keller 8 appearance, medium relevance. Next block 1 unit 4 Kate Keller 8 appearance, medium relevance. Next block 1 unit 4 Lydia Lubey 7 appearance, medium relevance. Next block 1 unit 4 major characters 7 appearance, medium relevance. Next block 1 unit 4 minor characters 7 appearance and medium relevance. Next block 1 unit 4 Sue 7 appearance, medium relevance. Next block 2 unit 1 class structure 20 appearance, high relevance. Next block 2 unit 1 legal system 20 appearance, high relevance. Next is block 2 unit 1 life in the colonies 20 appearance, high relevance. Next is block 2 unit 1 social life, sports, pastimes, holidays, food, clothes, etc. 21 appearances, high relevance. Next is block 2 unit 1 the early settlement 20 appearance and high relevance. Next is block 2 unit 1 the pilgrims and puritans 20 appearance, high relevance. Next block 2 unit 1 the Puritan psychology 21 appearance, high relevance. Next block 2 unit 1 the setting up of colonies 21 appearance, high relevance. Next block 2 unit 1 trade and economy 20 appearance, high relevance. Next block 2 unit 2 characters as symbols 20 appearance, high relevance. Next is block 2 unit 2 heart, soul and mind 23 appearance, high relevance. Next block 2 unit 2 id, ego and superego 20 appearance, high relevance. Next block 2 unit 2 science, art, religion and nature 20 appearance, high relevance. Next block 2 unit 3 have thorns engagement with Puritans and Puritanism 20 appearances, high relevance. Next block 2 unit 3 are the recurrent images 20 appearance, high relevance. Next is block 2 unit 3 the organic and the mechanical 22 appearance, high relevance. Next is block 2 unit 4 special features of the Scarlet Letter and other similar novels 37 appearance, high relevance. Next block 2 unit 4 the genre of the Scarlet Letter 36 appearances, high relevance. Next block 2 unit 4 the narrative techniques and point of view 24 appearance, high relevance. Next block 2 unit 4 the relevance of the custom house 24 appearance, high relevance. Next block 2 unit 4 the structure of the novel 23 appearance, high relevance. Next coming to block 3 unit 1 emergence of migrant and aboriginal writing in short fiction 8 appearance, medium relevance. Next block 3 unit 1 short fiction or story history and scope 8 appearance, medium relevance.
Block 3, Unit 1, the bulletin years 1, appearance 1 time, so low relevance. Next, Block 3, Unit 1, the origin and development of Australian short fiction or story, 9 appearance, medium relevance. Next, Block 3, Unit 2, Jimmy Wells, 0 appearance, so low relevance. Next, again, Block 3, Unit 2, prose style, 0 appearance, low relevance. Next, Block 3, Unit 2, text of after 20 years, 0 appearance, low relevance. Next, Block 3, Unit 3, major themes and aspects of study, appearance 1 time, low relevance. Block 3, Unit 3, Villa Cathar on the Girls Road, appearance 1 time, low relevance. Next is Block 3, Unit 3, Villa Cathar, life and works, appearance 1 time, low relevance. Next, Block 3, Unit 4, Ernest Hemingway, life and works, 5 appearance, medium relevance. Next, Block 3, Unit 4, Ernest Hemingway, The Snows of Kilimanjaro, 9 appearance, medium relevance. Next, Block 3, Unit 4, Major Themes and Aspects of Study, 5 appearance, medium relevance. Next is Block 3, Unit 4, Modes of Writing, appearance 5 and medium relevance. Next, Block 3, Unit 4, Themes and Concerns, 5 appearance, medium relevance. Next, Block 4, Unit 1, Outline of the poem, 4 appearance, low relevance. Again, Block 4, Unit 1, Poetic Device in Brahma, 9 appearance and medium relevance. Coming to Block 4, Unit 1, Poetic Device in Hamathreya, 9 appearance, medium relevance. Next, Block 4, Unit 2, Outline of the poem, 6 appearances and medium relevance. Again, Block 4, Unit 2, Poetic Devices in Passage of India, 11 appearance, high relevance. Next, Block 4, Unit 2, Poetic Devices in the poem, 11 appearance, high relevance. Next, Block 4, Unit 2, Summing Up, 6 appearances, medium relevance. Next, Block 4, Unit 3, A Critical Appreciation, 15 appearances, high relevance. Next, Block 4, Unit 3, A Critical Evaluation of the poem, 15 appearances, high relevance. Next, Block 4, Unit 3, A Thought Went Up My Mind Today, 14 appearances, high relevance. Then Block 4, Unit 3, An Analysis of the poem, 8 appearance, medium relevance. Next, Block 4, Unit 3, Because I Could Not Stop for Death, 20 appearance, high relevance. Next, Block 4, Unit 3, Death Sets a Thing Significant, 15 appearances, high relevance. Next is Block 4, Unit 3, The Text, 8 appearance, medium relevance. Next, Block 4, Unit 3, The Text, 8 appearance, medium relevance. Next, coming to Block 4, Unit 3, Themes or Questions for Discussion, 8 appearance, medium relevance. And now coming to a bar chart. ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ട് കാണാം. സെയിം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം തന്നെയാണ്. ഇത് വിഷ്വലി ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-വിൽ നിന്നും ആണ് എന്നുള്ളത് നമുക്ക് ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് ക്ലിയർ ആവും. നമുക്കെയും ആ സെയിം കാര്യം തന്നെ ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയുടെ ബേസിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. നൗ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്, ഹൈ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ടോപ്പിക്സ്. ടോപ്പ് 3 ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ സ്കാർലറ്റ് ലെറ്റർ ആൻഡ് അതർ സിമിലർ നോവൽസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹൈ റെലവൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് ദ ജോണർ ഓഫ് ദ സ്കാർലറ്റ് ലെറ്റർ. ഇവിടെയും നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വർക്കിനെയും അതേപോലെ തന്നെ ആ ഒരു ജോണറിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതണം. ആൻഡ് നെക്സ്റ്റ് തേർഡ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ റെലവൻസ് ഓഫ് ദ കസ്റ്റം ഹൗസ്. ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ ആ പ്യൂരിറ്റൻ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ച് കുറച്ചൊരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ഫോർമാറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ എഴുതണം എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അതിനെ ആൻസർ ചെയ്യാനായിട്ട്. സോ ഇതാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ ഈ കണ്ട പോലെ തന്നെ ബ്ലോക്ക് 2-ൽ ഹാവ്തോൺ ആൻഡ് പ്യൂരിറ്റൻ മാട്രിക്സ്, ബ്ലോക്ക് 1-ൽ മില്ലേഴ്സ് ഓൾ മൈ സെൻസ്. അപ്പോൾ ബ്ലോക്ക് 2 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബ്ലോക്ക് 1, then comes block 4 poetry, Emerson, Walt Whitman, Dickinson, Emily Dickinson, Alexei. സോ ഇവരുടെയൊക്കെയാണ്
പിന്നെ വരുന്നത്. സോ ബ്ലോക്ക് 2, അത് കഴിഞ്ഞ് ബ്ലോക്ക് 1, അത് കഴിഞ്ഞ് ബ്ലോക്ക് 4 കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് 3 വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മുടെ സ്റ്റഡീസ് കൊണ്ടുപോകാനായിട്ട്. അതിനർത്ഥം നമ്മൾ ബ്ലോക്ക് 3 അവോയ്ഡ് ചെയ്യണം എന്നല്ല, ബ്ലോക്ക് 3യും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഹൈ ആയിട്ട് ചോദിക്കുന്ന റെലവൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കൂടുതൽ ബ്ലോക്ക് 2വിൽ നിന്ന്, പിന്നെ ബ്ലോക്ക് 1, പിന്നെ ബ്ലോക്ക് 4, അത് കഴിഞ്ഞാണ് ബ്ലോക്ക് 3. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി നമ്മൾക്ക് അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഏതാണ്, അതിന് എങ്ങനെയാണ് മാർക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് അപ്രോക്സിമേറ്റ്ലി എത്ര വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം, ആൻഡ് പെർ പേപ്പർ എത്ര പേപ്പർ നമ്മൾ എഴുതണം എന്നുള്ളത്. എസ് എ ഓർ ലോങ് ആൻസർ ആണെങ്കിൽ 15 to 20 മാർക്സിനാണ് ഉണ്ടാവുക. സോ 500 to 600 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. വേർഡ്സിൽ വേണം ആൻസർ എഴുതാനായിട്ട്. അപ്രോക്സിമേറ്റ്ലി 3 to 4 പേപ്പേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എഗെയിൻ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ മീഡിയം ആൻസേഴ്സ് ആണെങ്കിൽ 10 മാർക്സിനാണ് ചോദിക്കുക. 250 to 300 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എഗെയിൻ 3 to 4 പേപ്പേഴ്സിൽ നമുക്ക് ആൻസർ എഴുതാം. നൗ കമ്മിങ് ടു പോയട്രി അല്ലെങ്കിൽ പാസേജ് എക്സ്പ്ലിക്കേഷൻ. ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പോയട്രി ലൈൻസ് തന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. 5 മാർക്സിനാണ് അത് വരിക. 120 to 150 വേർഡ്സിലാണ്. അപ്രോക്സിമേറ്റ്ലി 2 പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് ആൻസർ എഴുതാം. നെക്സ്റ്റ് ഇസ് കോണ്ടെക്ച്വൽ റെഫറൻസ് ബേസ്ഡ്, 5 മാർക്സ്. ദെൻ അത് എഴുതേണ്ടത് 100 to 120 വേർഡ്സിലാണ്. 2 to 3 പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ എന്നുള്ള ഈ ഒരു പേപ്പറിൽ വരാറില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ഹാവ്തോൺ, മില്ലർ, എമേഴ്സൺ, വിറ്റ്മാൻ, ഇവരിൽ നിന്നൊക്കെ എസ് എ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ 600 വേർഡ്സിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതേണ്ടത്. വളരെ നല്ല രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നല്ല രീതിയിൽ ലിറ്റററി ഇൻ്റർപ്രിട്ടേഷൻസും അതുപോലെ തന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ വേണം ഈ ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. ഷോർട്ട് നോട്ട്സ്, 10 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിലും എസ് എ പോലെ അത്രയും ഡീപ്പായിട്ടോ അല്ലെങ്കിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ല നമ്മൾ ഷോർട്ട് ആൻസറിൽ എഴുതുന്നത് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിൽ എഴുതുന്നത്. എന്തെങ്കിലും തീംസ്, ഇമേജറി ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് 250 to 300 വേർഡ്സിൽ ബാലൻസ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് കമ്മിങ് ടു പോയട്രി എക്സ്പ്ലിക്കേഷൻ, 5 മാർക്സിൽ ചോദിക്കും. സോ ഫോക്കസ്ഡ് ഓൺ ഡീറ്റെയിൽ റീഡിംഗ് ഓഫ് എ പാസേജ് ഓർ പോം സെഗ്മെന്റ്. തന്നിരിക്കുന്ന പാസേജ് അല്ലെങ്കിൽ പോം ലൈൻസ് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ആൻഡ് ഐഡന്റിഫൈ ദി ഇമേജറി, ടോൺ, റിതം, തീം ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് 150 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് കോണ്ടെക്ച്വൽ റെഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, 5 മാർക്സിൽ. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം, ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട്. ആ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നീറ്റായിട്ട് വേണം അത് എഴുതാനായിട്ട്. അതിൻ്റെ സെറ്റിംഗ് അല്ലെങ്കിൽ അത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ തീമറ്റിക് റെലവൻസ് ഇതെല്ലാം ഒരു 100 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Now coming to mark distribution analysis, average per paper. സോ ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ദെൻ ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പെർസെൻറ്റേജ് ഷെയറും തന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 ഓൾ മൈ സൺസിൽ 20, ജൂൺ 2022 20, ഡിസംബർ 2022 18, ജൂൺ 2023 20, ഡിസംബർ 2023 22, ജൂൺ 2024 18, ഡിസംബർ 2024 19, ജൂൺ 2025 20. സോ ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 19.6 ആണ്, 20% ഷെയർ. നെക്സ്റ്റ് കമ്മിങ് ടു ബ്ലോക്ക് 2, ദ സ്കാർലറ്റ് ലെറ്റർ 35, 38, 36, 34, 39, 40, 38, 37.1 and average share percentage share is 37%.
Now, block 3, short fiction, 10, 8, 9, 9, 10, 9, 8, 9.0. And the percentage share is 9%. Now, coming to the final block, block 4, poetry, 25, 26, 25, 26, 25, 24, 26, 25.3 and 25% share. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ വിഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എസ്സേ, ഷോർട്ട് നോട്ട്, പോയട്രി എക്സ്പ്ലിക്കേഷൻ ആൻഡ് കോണ്ടെക്സ്ച്വൽ റെഫറൻസ്. ഇവിടെ ഈ ഒരു പാറ്റേൺ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എസ്സേയുടെ ഡോമിനൻസ് അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 45% നിന്നും 51% ഉയർന്നിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് താരതമ്യേന കുറവായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ഫ്രം 30% to 25%, ഇൻഡിക്കേറ്റിംഗ് പ്രിഫറൻസ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് ലോങ് ഫോം അനാലിസിസ്. അപ്പോൾ ഷോർട്ട് നോട്ട്സിന്റെ ഡിക്ലൈൻ ചെയ്തു 30% to 25% എന്ന് പറയുമ്പോൾ എസ്സേയുടെ ഡോമിനൻസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളിലും ചോദിച്ചിരിക്കുന്നത്. 8 to 11% ഷെയർ ആണ് വന്നിട്ടുള്ളത്. ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടിപ്പൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാനായിട്ട്. നമുക്കറിയാം 3 മണിക്കൂറാണ്, 100 മാർക്കിനാണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനും ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഒരു 90 മിനിറ്റ്സ് വെച്ചിട്ട് 3 into 30 മിനിറ്റ്സ്, ഓരോന്നിനും 3 into 30 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. അതുപോലെ ഷോർട്ട് നോട്ട്സ് 25 മാർക്സ് ടോട്ടൽ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ, 3 into 15 മിനിറ്റ്സ് ഈച്ച്. ദെൻ എക്സ്പ്ലിക്കേഷൻ ആൻഡ് കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്, അതൊരു 25 മാർക്സിന് ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 45 മിനിറ്റ്സ് എടുത്തിട്ട്, അതായത് 5 into 9 മിനിറ്റ്സ് ഈച്ച് എടുത്തിട്ട് വേണം നമ്മൾ അതിന് ആൻസർ ചെയ്യാൻ. ആൻഡ് ഫൈനലി നമ്മളൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം. എന്തിനാണ്? ടു റിവ്യൂ ആൻഡ് എഡിറ്റ്. നമ്മളുടെ ആൻസർ ഷീറ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാനും അതിലെ മിസ്റ്റേക്കുകൾ തിരുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങൾ. അതിന്റെ ഏറ്റവും അവസാനമായിട്ട് എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ നമ്പറും കൊടുത്തു കാണാം. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 10 ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്കസ് ദ ട്രാജിക് ഡയമെൻഷൻ ഇൻ ആർതർ മില്ലേഴ്സ് ഓൾ മൈ സൺസ്, 5 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇസ് എക്സാമിൻ പ്യൂരിറ്റൻ ഐഡിയോളജി ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ, അത് 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് വൺ ഇസ് ഇവാലുവേറ്റ് ദ ജോണർ ആൻഡ് നറേറ്റീവ് ടെക്നിക് ഓഫ് ദ സ്കാർലറ്റ് ലെറ്റർ, 5 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കസ്റ്റം ഹൗസ് ആസ് എ പ്രിഫറൻസ് ഓർ ഫ്രെയിം, 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്റ്റഡി ഓഫ് ജോ കെല്ലർ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി, 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലോസ് റീഡിംഗ് എ സെലക്ടഡ് പോം ബൈ വാൾട്ട് വിറ്റ്മാൻ, ഇമേജറി ഓർ വോയിസ് ഓർ തീം, 3 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ക്ലോസ് റീഡിംഗ് സെലക്ടഡ് പോം ബൈ എമിലി ഡിക്കിൻസൺ, ടോൺ ഓർ പാരഡോക്സ് ഓഫ് ഫോം, 3 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ഫിക്ഷൻ തീം ഓഫ് ഐസൊലേഷൻ, എക്സാമ്പിൾ ഹെമിംഗ്വേ ഓർ ഖാദർ, 4 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. നയൻത് വൺ ഇസ് അമേരിക്കൻ ഡ്രീം ക്രിറ്റിക് ഇൻ ഓൾ മൈ സൺസ്, 3 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. 10th one is transcendentalist ideas in Emerson's essay or poetry, 4 തവണ. ഇതാണ് ടോപ്പ് 10 റിപ്പീറ്റഡ് അല്ലെങ്കിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഇത് ഏത് യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണയാണ്, ആവറേജ് മാർക്സ് എത്രയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ 10 ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ്, യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണ വന്നിട്ടുണ്ട്, ആവറേജ് മാർക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ട്രാജിക് ഡയമെൻഷൻസ് ഇൻ ആർതർ മില്ലേഴ്സ് ഓൾ മൈ സൺസ്, ബ്ലോക്ക് 1 Unit 3, 5 times appearance and average mark is 15. Second question, examine Puritan ideology in the Scarlet Letter with reference to Hester and Dimmesdale. Block 2, Unit 1, 6 appearance and average mark 15. Third one is evaluate the genre and narrative technique of the Scarlet Letter. Block 2, Unit 2, 5 appearance and average marks 50. Next, analyze the significance of the custom house as a preference and the frame of novel. Block 2, Unit 2, 4 appearance, 10. Average mark is 10. Next is present a character study of Joe Keller with emphasis on moral responsibility. Block 1, Unit 2, 4 appearances. Average mark is 50. Next, 6.1. Offer a close reading of a selected poem by Walt Whitman, imagery, theme, voice. Block 4, Unit 1, 3 appearances. Average marks 5. 7th question, offer a close reading of the selected poem by Emily Dickinson, Tone, Paradox, Form, Block 4, Unit 2, 3 appearances, average mark 5. Next 8th question, trace the
theme of isolation in American short fiction. Example, Hemingway or Cather. Block 3, Unit 3, 4 appearance, average mark is 10. Next, 9th one, critically examine the American dream in all my sins. Block 1, Unit 4, 3 appearances, average mark 10. Last question, explain core transcendentalist idea with reference to Emerson's essays or poetry. Block 4, Unit 3, 4 appearances and average mark 10. ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ വിഷ്വലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും കളർ ഗ്രേഡിംഗ് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ആ ഒരു പെർസെൻറ്റേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഒരു ഫോർ ഈച്ച് ഐറ്റം നമ്മളൊരു ഔട്ട്ലൈൻ ഇടുക 5 മിനിറ്റ്സിന്. ആൻഡ് ഒരു ഔട്ട്ലൈൻ പോലെ ഏതൊക്കെ വേണം, ഏതൊക്കെ ആൻസേഴ്സിൽ ഏതൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ളൊരു ഔട്ട്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ 12 to 15 മിനിറ്റ്സ്. അതിനുശേഷം സ്പെൻഡ് 2 മിനിറ്റ്സ് ഡിഫൈനിങ് ദിസ് ഓർ ടോപ്പിക് സെന്റൻസസ്. അതുപോലെ തന്നെ പ്രാക്ടീസ് 2 വേർഷൻ ഓഫ് ദ സെയിം ആൻസർ. ഒരു 250 to 300 വേർഡ്സിലും ആൻസർ എഴുതുക. അതുപോലെ തന്നെ 500 to 600 വേർഡ്സിലും നമ്മൾ ആൻസർ എഴുതുക. ഇപ്പോഴല്ല, ഇത് നിങ്ങളുടെ റിവിഷൻ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ആൻസർ എക്സാം ഹാളിലല്ല. സോ 2 തവണയായിട്ട് 2 തരത്തിൽ ആൻസേഴ്സ് എഴുതി നോക്കുക. 2 തരത്തിലുള്ള ആൻസേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചിരിക്കുന്നത്, എസ് എ ആണെങ്കിൽ 500 to 600 വേർഡ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൻസർ എഴുതുക. ഷോർട്ട് നോട്ട് ആണെങ്കിൽ 250 to 300 വേർഡ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ എഴുതുക. ആൻഡ് ദെൻ എവിഡൻസ് പാക്സ്. നമ്മൾ ഒരു മൈക്രോ നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ബുള്ളറ്റിൻ പോയിന്റ്സും കോഡ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റിഹേഴ്സ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ട്വൈസ്. നമ്മൾ നല്ല രീതിയിൽ അത് വായിച്ച് പഠിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ 10 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടത്. നെക്സ്റ്റ്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പിക് പ്രോബബിലിറ്റിയാണ്. അതായത് വരാൻ സാധ്യതയുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാണ് നമ്മൾ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു ടോപ്പിക്ക് വരാനായിട്ട് എന്നുള്ളത്. സോ ബ്ലോക്ക് 2, യൂണിറ്റ് 1, പ്യൂരിറ്റൻ ഐഡിയോളജി ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ 71% പ്രോബബിലിറ്റി ഉണ്ട്. സോ ഹൈ പ്രോബബിലിറ്റി ആണ്. Then block 2, unit 2, genre and narrative technique in the Scarlet Letter 71% high probability. Then block 1, unit 3, tragic dimensions in All My Sins 71% high probability. Then block 2, unit 2, significance of the custom house as frames 57% and 57% probability, and which is medium in the medium category. സോ ഇതിനെല്ലാത്തിൻ്റെയും ബ്രാക്കറ്റിൽ നമുക്ക് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഓരോ ടോപ്പിക്കും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതെന്താന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ബ്ലോക്ക് 1, യൂണിറ്റ് 2, ജോ കെല്ലർ, ക്യാരക്ടർ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി 57% പ്രോബബിലിറ്റി ആൻഡ് മീഡിയം. ബ്ലോക്ക് 3, യൂണിറ്റ് 3, ഐസൊലേഷൻ തീം ഇൻ അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻ 57% പ്രോബബിലിറ്റി മീഡിയം. Then block 1, unit 4, American Dream Critic in All My Sins 43% medium. Block 4, unit 1, Close Reading Walt Whitman 43% medium. Block 4, unit 2, Close Reading Emily Dickinson 43% medium. Block 4, unit 3, Core Transcendentalist Ideas Emerson 43% medium. Now block 3, unit 2, Narrative Techniques in Short Fiction Hemingway or Cather 29% low. Then block 4, unit 4, Contemporary Narrative Elements, example, Alexei 29% low. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിൻ്റെയും ലാസ്റ്റ് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. 1 എന്ന് പറയുമ്പോൾ 7 ലാസ്റ്റ് നടന്നിട്ടുള്ള 7 ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 5 എണ്ണത്തിലും ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് സെക്കൻഡ് 2 എന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലോക്ക് 2, യൂണിറ്റ് 2, ജോണേഴ്സ് ആൻഡ് നറേറ്റീവ് ടെക്നിക്സ് ഇൻ ദ സ്കാർലറ്റ് ലെറ്ററിന്റെ അവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇതേപോലെ തന്നെ 7 ചോദ്യപേപ്പറുകളിൽ 5 എണ്ണത്തിൽ ഇത് വന്നിട്ടുണ്ട്. സോ ജോണറിനെ കുറിച്ചോ ഫോമിനെ കുറിച്ചോ നറേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മളിവിടെ എഴുതേണ്ടതുണ്ട്. അതുപോലെ മൂന്നാമത് ഇതുപോലെ തന്നെ 7 ചോദ്യപേപ്പറുകളിൽ 5 എണ്ണത്തിലും വന്നിട്ടുണ്ട്. ഇനി 4 എന്ന് പറയുമ്പോൾ 7 ചോദ്യപേപ്പറുകളിൽ 4 എണ്ണത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് അഞ്ചാമത്തെയും ഇതേപോലെ തന്നെ 7 ചോദ്യപേപ്പറുകളിൽ 4 എണ്ണത്തിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് എംഫസിസ് ഇസ് ഓൺ അക്കൗണ്ടബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്. അതേപോലെ 6 എന്ന് എഴുതിയ ഈ ഒരു ചോദ്യത്തിന്, അതായത് ഐസൊലേഷൻ തീമിൻ അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻ 6 എന്ന് എഴുതിയത് ഇതേപോലെ 7 ചോദ്യപേപ്പറുകളിൽ 4 എണ്ണത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിക്ഷൻ സെറ്റ്സ് യൂസ് ഐസൊലേഷൻ ഓർ എലിനേഷൻ ടു കമ്പയർ ഓതേഴ്സ്.
അതേപോലെ ഇവിടെ 7 എന്ന് കൊടുത്തിട്ടുണ്ട്. 7 ഏതായിരുന്നു? അമേരിക്കൻ ഡ്രീം ക്രിറ്റിക് ഇൻ ഓൾ മൈ സെൻസ്. അതും ഇതുപോലെ തന്നെ 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ അമേരിക്കൻ ഡ്രീമിനെ കുറിച്ചും ഫാമിലി എത്തിക്സിനെ കുറിച്ചൊക്കെ ആൻസർ എഴുതണം. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന 8ാമത്തെ, അതായത് ക്ലോസ് റീഡിംഗ് ഓഫ് വാൾട്ട് വിറ്റ്മാൻ, ഇതുപോലെ തന്നെ 3 ചോദ്യപേപ്പറുകളിലാണ്. അവസാനം നടന്ന 7 ചോദ്യപേപ്പറുകളിൽ 3 എണ്ണത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ 9 എന്ന് കൊടുത്തിട്ടുള്ള ക്ലോസ് റീഡിംഗ് എമിലി ഡിക്കിൻസൺ ഇതേപോലെ തന്നെ 3 എണ്ണത്തിലാണ് വന്നിട്ടുള്ളത്. 7 ചോദ്യപേപ്പറുകളിൽ 3 എണ്ണത്തിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 10ാമത്തെയും ഇതേപോലെ തന്നെ 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോർ ട്രാൻസെൻഡന്റലിസ്റ്റ് ഐഡിയാസ്. അതും ഇതുപോലെ തന്നെയാണ് 7 ചോദ്യപേപ്പറുകളിൽ 3 എണ്ണത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പ്രയോറിറ്റി സ്റ്റഡി. ഇപ്പം നമ്മൾ ഹൈ പ്രയോറിറ്റി ഗ്രേറ്റർ ദാൻ 70% ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് സ്കാർലറ്റ് ലെറ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്യൂരിറ്റൻ ഐഡിയോളജി, ജോണർ ആൻഡ് ടെക്നിക്. അതുപോലെ തന്നെ ഓൾ മൈ സെൻസ് ആസ് എ ട്രാജഡി. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6 സെന്റൻസ് തെസിസ് ബിൽഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ട്സ് എന്തെങ്കിലും 5 to 7 ലൈൻസ് എഴുതുക ബൈ തീം. ആൻഡ് പ്രാക്ടീസ് 2 ടൈം റൺസ് വിത്ത് 12 to 15 minutes ആൻഡ് 28 to 30 minutes ഫോർ എസ്സേ. സോ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ടാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 12 to 15 minutes എഴുതാൻ നോക്കുക. എസ്സേ ആണെങ്കിൽ 28 to 30 minutes. അതുപോലെ തന്നെ മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 40 to 69% വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കസ്റ്റം ഹൗസ്, ജോ കെല്ലർ, ഷോർട്ട് ഫിക്ഷൻ ഐസൊലേഷൻ, അമേരിക്കൻ ഡ്രീം, വാൾട്ട് വിറ്റ്മാൻ ഓർ ഡിക്കിൻസൺ എക്സ്പ്ലിക്കേഷൻ, എമേഴ്സൺ. ഇതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസെൻഡന്റലിസം, പ്യൂരിറ്റനിസം, ഇതൊക്കെ യൂസ് ചെയ്യുക, ഐറണി, സിംബലിസം, ഇതൊക്കെ എഴുതിയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് 150 വേർഡ്സ് ക്ലോസ് റീഡിംഗ് ഡ്രിൽസ്. 150 വേർഡ്സിൽ നമ്മൾ നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതി അത് വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ടീച്ച് ബാക്ക് ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ആളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു ടീച്ചറായിട്ട് ഇരുന്നിട്ട് ടീച്ച് ബാക്ക് ടെക്നിക് യൂസ് ചെയ്യുക. പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിക്കുക. നെക്സ്റ്റ് ലോ റെലവൻസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 40%. വന്നിട്ടുള്ളതാണ് ഷോർട്ട് ഫിക്ഷൻ, നെറേറ്റീവ് ടെക്നിക്കൊക്കെ. അതായത് ഹെമിംഗ്വേ ഓർ ഖാദർ, കോണ്ടംപററി നെറേറ്റീവ്, നേറ്റീവ് അമേരിക്കൻ പോയട്രി. ഇവിടെ നമ്മൾ 1 page കമ്പാരറ്റീവ് നോട്ട്സ് മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മളൊരു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ സെയിം പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നമ്മളൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് പോലെ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പെർസെൻറ്റേജ് വൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതിന്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം ലേൺ വൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. 3 hours ടൈം, മാക്സിമം മാർക്സ് 100. സോ 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. A, B ആൻഡ് C. ഓൾ സെക്ഷൻ ആർ കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഓരോ സെക്ഷന്റെ ഉള്ളിലും ചോയ്സുകളുണ്ട്. സോ സെക്ഷൻ എയിൽ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എനി 4 of the following stanzas with reference to the context. 4 stanzas, ഇവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്, 5 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, 5 stanzas കൊടുത്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ്. എനി 4, 4 എണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോന്നിനും 5 മാർക്കാണ്. സോ 4 into 5 20. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. അതിൽ തന്നെ ഏതാണ് പോം എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹി കൈൻഡ്ലി stopped for me. The carriage held but just ourselves and immortality. ഈസിയാണ് ഈ പോംസ്. അപ്പോൾ ഇത് ഏത് പോം എന്നുള്ളത് എഴുതണം, ആരാണ് റൈറ്റർ, പോയറ്റ് ആരാന്നുള്ളത് എഴുതണം. അതുപോലെ തീം, ടോണ്, ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. റിതം, റൈം സ്കീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. എനി 4 ഈച്ച് ക്യാരി 5 മാർക്സ്. അങ്ങനെ 20 മാർക്സ് ആണ് സെക്ഷൻ എ. സെക്ഷൻ ബി എനി 4. സെക്ഷൻ ബിയിൽ നിന്നും എനി 4, 5 എണ്ണത്തിൽ നിന്നും എനി 4 ആണ് നമ്മൾ എഴുതേണ്ടത്. ആൻഡ് ഈച്ച് ക്യാരി 10 മാർക്സ്. സോ 10 into 4 40. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എനി 4 into 5 20. ഇവിടെ 10 into 4 40. ഓരോന്നിനും 10 മാർക്സ് ആണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് സെക്ഷൻ ബിയിൽ. നൗ കമ്മിങ് ടു സെക്ഷൻ സി, എനി 2. ഈ തന്നിരിക്കുന്ന 3 ചോദ്യങ്ങളിൽ 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. ഈച്ച് ക്യാരി 20 മാർക്സ്. സോ ടോട്ടൽ 40.
നമുക്കൊന്നെങ്കിൽ അനലൈസ് ഹൗ ആർ ദ മില്ലേഴ്സ് ഓൾമൈസൺസ് ഡ്രമാറ്റൈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൺസിഡറിങ് പ്ലോട്ട് സ്ട്രക്ചർ ക്യാരക്ടർ മോട്ടിവേഷൻ ആൻഡ് മോറൽ ഹൊറൈസൺ. ആ ക്വസ്റ്റ്യൻ എഴുതാം. അല്ലെങ്കിൽ സ്കാർല ലെറ്ററിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഡിസ്കസ് ദ ഷേപ്പിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് പ്യൂരിറ്റാനിസം ഇൻ സ്കാർല ലെറ്റർ വിത്ത് റെഫറൻസ് ടു ഗിൽറ്റ്, പെനൻസ് ആൻഡ് സിംബോളിക് മെത്തേഡ്. അതല്ലെങ്കിൽ വാൾട്ട് വിറ്റ്മാൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സെൻട്രൽ കൺസേൺ ഓഫ് വാൾട്ട് വിറ്റ്മാൻസ് പാസേജ് ടു ഇന്ത്യ റിലേറ്റിംഗ് ഗ്ലോബൽ കണക്റ്റഡ്നെസ് ടു സ്പിരിച്വൽ ക്വസ്റ്റ് ആൻഡ് നാഷണൽ ഇമാജിനേഷൻ. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതുക. ഈച്ച് ക്യാരി 20 മാർക്സ്, ടോട്ടൽ 40. അങ്ങനെ 3 മണിക്കൂറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ടൈം ഉള്ളത്. ആൻഡ് മാക്സിമം മാർക്സ് ഇസ് 100. സോ ഇതാണ് നമ്മളുടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വിഷിംഗ് യു ഓൾ ബെസ്റ്റ്. നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കിട്ടട്ടെ, നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.